ഹായ് ഗായ്സ്, വെൽക്കം ടു അമ്പുഡൂസ് ലിറ്റിൽ വേൾഡ്. ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ട. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം. ഇതിപ്പോൾ എങ്ങോട്ടായി കെട്ടിയൊരുങ്ങിയിട്ടെന്നല്ലേ, എവിടെയും പോകാനൊന്നല്ല. എന്താന്നൊക്കെ അവൻ തന്നെ പറഞ്ഞു തരും കേട്ടോ. നിങ്ങളൊന്ന് കേട്ടോ. അമ്പു പറവിക്കുക. കേട്ടില്ലേ പറഞ്ഞത്? പയം എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ അവസാനം പറഞ്ഞു പറവയ്ക്കാന്ന്. നമ്മുടെ ഇവിടെ തട്ടകത്തിലെ മകരപ്പത്ത് മഹോത്സവമാണ് ഈ വരുന്ന 24-ന്. അതിനു മുന്നായിട്ട് നമ്മൾ വീടുകളിലൊക്കെ പറവയ്ക്കും. അപ്പോൾ മോൻ്റെ പേരിൽ ഒരു നെൽപ്പറ സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളാട്ടോ ഇതൊക്കെ. കണ്ടില്ലേ അമ്മ എത്ര മനോഹരമായിട്ട് കളമൊക്കെ മെഴുകിയിരിക്കുന്നത്. എത്ര നാളത്തെ കഷ്ടപ്പാടാണെന്നറിയോ. അവർ വരുമ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടോ. 9 മണിക്ക് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാത്തിരുന്ന് പിള്ളേരാകെ മുഷിഞ്ഞു. വേറൊന്നുമല്ല, തമ്പായിയുടെ ഒപ്പം ആന വരുന്നു പറഞ്ഞിട്ടാണ് രാവിലെ ഫുഡ് കൊടുത്തത്. അവരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കുമ്പോഴേക്കും ഭഗവതി എത്തി. കണ്ടില്ലേ, ഞാനും അമ്പടും പറയൊക്കെ നിറച്ചിട്ടോ. എല്ലാവരും ഉണ്ട് ചുറ്റിനെ. അമ്മയും അച്ഛനും ഏടത്തിയും അമ്മായിമാരും എല്ലാവരും. ഈ ഒരു സമയത്ത് എന്തോ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ മനസ്സിന്. ഇങ്ങനെ കളമെഴുതിയതും കോലം വരച്ചതും പറ വെച്ചതൊക്കെ കാണുമ്പോഴാണ് പൂരം അടുക്കാറായി എന്നൊക്കെ ഒരു അനുഭൂതി ഉണ്ടാവുക മനസ്സിന്. പിന്നെ ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ. പിന്നെ ഇപ്രാവശ്യത്തെ പൂരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അമ്പടുവിൻ്റെ അച്ഛൻ വരുന്നുണ്ട് പൂരം കൂടാനായിട്ട്. ആളും ഏകദേശം ഒരു 5 വർഷമായിട്ടുണ്ടാവും പൂരമൊക്കെ കൂടിയിട്ട്. ഇടയ്ക്ക് വരുമെങ്കിലും പൂരത്തിനായിട്ടൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് പൂരം കൂടാനായിട്ട് വരുന്നത്. അതുകൊണ്ട് കുറച്ച് സന്തോഷം കൂടുതൽ തന്നെയാണ്. പിന്നെ ഭഗവതി നമുക്ക് അരിയും പൂവൊക്കെ തരികയാണ്. നല്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് വാളിന്മേൽ സമർപ്പിക്കാനായിട്ട് പിള്ളേർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കുകയാണ് ഭഗവതി. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭഗവതി പറഞ്ഞു, ഭഗവതിക്ക് തന്ന പറയൊക്കെ ഇഷ്ടമായി, സന്തോഷമായി, ഒന്നുകൊണ്ടും പേടിക്കണ്ട, വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് കേട്ടോ എന്നൊക്കെ. പിന്നെ അവർ പറയുന്നത് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് കേട്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായി കേട്ടോ. ഇനി പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Ambudu's Little World.